ഓക്കെ, നെക്സ്റ്റ് കുടുംബലിപിയുടെ നെക്സ്റ്റ് ടൈപ്പ് സ്റ്റഡിയിലെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിൽ ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ഉള്ളത് കൊണ്ട് തന്നെ വി വിൽ ലേൺ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സെപ്പറേറ്റ്ലി ആസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ലെറ്റ് us see മെയിൽ എന്ന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് ടെസ്റ്റിസ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ ഒരു അസോസിയേറ്റഡ് സ്ട്രക്ചർ ഇതുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് രണ്ടും കൂടെ കിഡ്നിയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടെ ചേർത്ത് എടുക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ കേസിൽ പെയർഡ് ആണ് അല്ലേ, മെയിലിൻ്റെ കേസിൽ പെയർഡ് ടെസ്റ്റിസ് ആണ്, പക്ഷേ ഫീമെയിലിൻ്റെ കേസിൽ പെയർഡ് ഓവറി അല്ല എന്നുള്ളത് ഓർമ്മിക്കുക. സോ മെയിൽ ഓർഗാൻ കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഓക്കെ, നൗ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക കിഡ്നി, അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ചുള്ള സ്ട്രക്ചർ വരക്കുന്നത് എന്നുള്ളത്. സോ അറ്റാച്ച്ഡ് ടു ദി ആൻറ്റീരിയോ വെൻട്രൽ എൻഡ്. ആൻറ്റീരിയോ വെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡോർസൽ സൈഡാണ്, കിഡ്നിയുടെ ഡോർസൽ സൈഡാണ് ബോഡി വാളുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. വെൻട്രൽ സൈഡിൽ കൂടിയാണ് യൂറിനറി ഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. ഏറ്റവും ആൻറ്റീരിയർ ലോബിലേക്ക് എന്ത് ചെയ്യുന്നു, കിഡ്നി ടെസ്റ്റിസിനെ കണക്ട് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, ആൻറ്റീരിയോ വെൻട്രൽ ക്ലിയർ ആണല്ലോ. ആൻറ്റീരിയോ വെൻട്രൽ എൻഡ് ഓഫ് ദ കിഡ്നി ബൈ എ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം കോൾഡ് മീസോർക്കിയം. ദ സെയിം ടേം നമ്മൾ മീസോവേറിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാനുണ്ടാവും. അപ്പം കൃത്യമായിട്ട് ഓർക്കുക, മീസോർക്കിയം ഡിഫറൻഷിയേറ്റ് മീസോർക്കിയം ഫ്രം മീസോവേറിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ടെസ്റ്റിസിനെ കിഡ്നിയുടെ ആൻറ്റീരിയോ വെൻട്രൽ പോർഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫോൾഡ് ഓഫ് മെംബ്രെയിൻ അല്ലെങ്കിൽ പെരിറ്റോണിയൽ ലെയറിനെയാണ് നമ്മൾ മീസോർക്കിയം എന്ന് വിളിക്കുന്നത്. Now, testis is a compound tubular gland formed of numerous coiled glandular tubules called seminiferous tubule. നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയുന്നതാണ് testis is formed of seminiferous tubule. And in this seminiferous tubule, sperms are formed, sperms are matured, and that is going out. ക്ലിയർ ആണല്ലോ. സെമിനിഫറസ് ട്യൂബ്യൂൾ ഇൻ വിച്ച് ദ സ്പേംസ് ആർ ഇലാബറേറ്റഡ് പറയുന്നത് ഫോം ചെയ്ത് മച്ചുറേഷൻ പ്രോസസ്സാണ്. നൗ ഇൻ ബിറ്റ്വീൻ സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മുടെ കേസിലുണ്ടല്ലോ അല്ലേ, സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മളൊരു ടെസ്റ്റിസിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാവും, അതിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ടാവും, ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഉണ്ടാവും അല്ലേ. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയിലായിട്ടുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തേക്കുന്നത് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് കൊണ്ടാണ്. സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് there are groups of endocrine cells known as the interstitial cells or Leydig cells. Okay, interstitial cells or Leydig cells കൃത്യമായിട്ട് നമുക്കറിയാം അതിൻ്റെ പണി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സെക്രീറ്റിംഗ് ദി മെയിൽ ഹോർമോൺസ് ദാറ്റ് ഈസ് ആൻഡ്രോജൻ. ഓക്കെ, Leydig cells secrete the male hormones androgen. Now ഈ ഫംഗ്ഷനിങ് ഒക്കെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ആണ് എന്നുള്ള കാര്യം അറിയാം. നമ്മുടെ കേസിൽ TSH എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്, ഇവിടെ കേസിൽ അതല്ല, ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺ എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ കേസിൽ TSH ആണ്. ആൻഡ് ദാറ്റ് T സ്റ്റാൻഡ്സ് ഫോർ ട്യൂബ്യൂൾ നോട്ട് തൈറോയിഡ്. ഓക്കെ, നമ്മുടെ കേസിൽ TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്, അതും ഇതുമായിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ആക്ച്വലി റെഗുലേറ്റിംഗ് ദ ഫംഗ്ഷൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് അതർ റീപ്രൊഡക്റ്റീവ് പാർട്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫംഗ്ഷനിങ് ഓഫ് ദി ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അതിനെയും റെഗുലേറ്റ് ചെയ്യപ്പെടണം. നമ്മുടെ കേസിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കേട്ടിട്ടുണ്ടാവും അല്ലേ, FSH LH കേട്ടിട്ടുണ്ടാവും, ല്യൂട്ടിനൈസിങ് ഹോർമോൺ. അതുപോലെ ഇവിടെയും രണ്ട് ഹോർമോൺസ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം TSH അതുപോലെ തന്നെ ICSH ആണ്, ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ല്യൂട്ടിനൈസിങ് ഹോർമോണ് പകരമായിട്ട് ഇവിടെ ഉള്ളത് ICSH ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ മെയിൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ICSH-ഉം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്പേമിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അത് TSH ആണ്, ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. Now from each testis there arises a number of vasa efferentia. ഈ വാസ എഫറൻഷ്യ ജോയിൻ ചെയ്തിട്ട് that will be joining the Wolffian duct. നമ്മൾ നേരത്തെ പറഞ്ഞു Wolffian duct എന്ന് പറയുന്നത് പ്രോനെഫ്രിക് കിഡ്നിയുടെ പ്രോനെഫ്രിക് ഡക്റ്റിനെയാണ്, അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടായതാണ് Wolffian duct എന്ന് പറയുന്നത്. Which thus becomes the vas deferens or sperm duct. ഓക്കെ, അപ്പം വാസ് ആ എഫറൻഷ്യ കംപ്ലീറ്റ് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, Wolffian duct ഉണ്ടാവുന്നു. Wolffian duct will be acting as the sperm duct or vas deferens.
നൗ ഇതിന്റെ ഇടക്കായിട്ട് നമുക്ക് ഇവിടെ എപ്പിഡിഡിമിസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ വാസ് ഡെഫറൻസ് ഈസ് ഹൈലി കോയിൽഡ് ആൻഡ് ഈസ് നോൺ ആസ് ദി എപ്പിഡിഡിമിസ്. നമ്മുടെ കേസിലും ഈ പറയുന്ന ടെസ്റ്റിസിന്റെ മുകളിലേക്ക് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഹൈലി കോയിൽഡ് പോർഷൻ കാണാം. അപ്പം അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ട്യൂബ്യൂൾസ് ഇങ്ങനെ കാണാം. ഓക്കെ, അതാണ് അപ്പർ പോർഷനിലേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ പുറത്തേക്ക് ടെസ്റ്റിസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിഡിഡിമിസ് എന്ന് വിളിക്കുന്നത്. സോ ഇനീഷ്യൽ ബ്രോഡ് ഹൈലി കോയിൽഡ് പോർഷൻ ഓഫ് ദി വാസ് ഡെഫറൻസ് ഈസ് നോൺ ആസ് ദി എപ്പിഡിഡിമിസ്. നൗ ടെർമിനലി എന്ത് ചെയ്യുന്നു? വാസ് ഡെഫറൻസ് ഡയലേറ്റ്സ് ടു ഫോം ദി സെമിനൽ വെസിക്കിൾ. നമ്മുടെ കേസിൽ ആക്സസറി ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെ. സ്പേം റിലീസ് ചെയ്യണമെങ്കിൽ ദർ നീഡ്സ് എ ലിക്വിഡ് മീഡിയം. ആ ലിക്വിഡ് മീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സസറി ഗ്ലാൻഡ് ആണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, നമ്മുടെ കേസിൽ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഗ്ലാൻഡ് ആണ്. വാസ് ഡെഫറൻസിന്റെ പാർട്ടായിട്ടല്ല, മറിച്ച് വാസ് ഡെഫറൻസിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു അഡീഷണൽ ഗ്ലാൻഡ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാസ് ഡെഫറൻസിന്റെ തന്നെ ടെർമിനൽ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയലേറ്റ് ചെയ്യപ്പെട്ടിട്ട് അത് ഒരു സെക്രീറ്ററി ആക്ടിവിറ്റി ഉള്ള പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സെമിനൽ വെസിക്കിൾ എന്ന് വിളിക്കുന്നത് ഇൻ കേസ് ഓഫ് ദി ബേർഡ്. Then seminal vesicle will opens into the urodium at the tip of the small papilla. Now copulatory organ എന്ന് പറയുന്നത് പിജിന്റെ കേസിൽ ആബ്സെന്റ് ആണ്. ചില ബേർഡ്സിന്റെ കേസിൽ there is copulatory organ. ഓക്കെ, പിജിന്റെ കേസിൽ പക്ഷെ എന്താണ്? കോപ്പുലേറ്ററി ഓർഗാൻ എന്നുള്ളത് ആബ്സെന്റ് ആണ്. അങ്ങനെ ആ കോപ്പുലേറ്ററി ഓർഗാൻ ഉള്ളത് നമുക്ക് സ്യൂഡോപെനിസ് ആയിട്ട് ഡക്കില് അതിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ a copulatory organ is absent in pigeon and the transfer of sperms to females by mere contact of the two cloaca. അപ്പോൾ മെയിലിന്റെയും ഫീമെയിലിന്റെയും ക്ലോയാക്ക തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെയാണ് സ്പേം അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഫീമെയിലിന്റെ ബോഡിയിലേക്ക്. ഓക്കെ, ചില ബേർഡ്സിന്റെ കേസിൽ സ്യൂഡോപെനിസ് ഉണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഓക്കെ, ഇനി അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അപ്പം ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. എന്താണ്? കിഡ്നിക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ടെസ്റ്റിസ് കാണാൻ വേണ്ടി പറ്റുക. പെയേർഡ് ടെസ്റ്റിസ് ഉണ്ട്. അത് മിസ് ആർക്കിയം കൊണ്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ വോൾഫിയൻ ഡക്റ്റ് ആണ്. വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്, ലെയ്ഡിക് സെൽസ് ഉണ്ട് ടെസ്റ്റിസിന്റെ ഉള്ളിൽ. സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് സ്പേമിന്റെ പ്രൊഡക്ഷൻ. അതിന്റെ ഫംഗ്ഷനിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത് TSH ആണ്, ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ലെയ്ഡിക് സെല്ലാണ് മെയിൽ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ. അതിന്റെ ഫംഗ്ഷനിങ്ങിനെ റിറ്റെയിൻ ചെയ്യുന്നത് ICSH ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഇനീഷ്യൽ പോർഷൻ ഓഫ് ദി വാസ് ഡെഫറൻസ് അത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പാരിറ്റീവ്ലി ബ്രോഡ് റീജിയൻ ആണ്. അതിനെയാണ് എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. ടെർമിനൽ പോർഷൻ ഓഫ് ദി വാസ് ഡെഫറൻസ് സെക്രീറ്ററി ആയിട്ടുള്ള സെമിനൽ വെസിക്കിൾസ് ആയിട്ട് ഡയലേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്യുന്നത് യൂറോഡിയത്തിലേക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ പീജിയൻ. ഇതും 5 മാർക്കിന് ചോദിക്കുന്നതാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, കൃത്യമായിട്ട് വരച്ച് പഠിക്കണം. ഇതിൽ എല്ലാ പാർട്ടും ലേബൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ലേബലിംഗ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അത് കൃത്യമായിട്ട് വരച്ച് പഠിച്ചിരിക്കണം.